ഓം ഗം ഗണപതേ നമ അവിഘ്നമസ്തു. ഓം നമ ശിവായ. നാരായണ അഖില ഗുരു നമസ്തേ. ഹായ്, എങ്ങനെയുണ്ടായിരുന്നു എല്ലാവരുടെയും വരുദിന ഏകാദശി? അപ്പോൾ ഇന്നലത്തെ വീഡിയോ എത്ര പേര് കണ്ടു എന്നറിയില്ല. വീഡിയോ കണ്ടാലും ഇല്ലെങ്കിലും, വ്രതം എടുത്താലും ഇല്ലെങ്കിലും നമുക്ക് വ്രതകഥ കേൾക്കാം അല്ലേ? കാരണം വ്രതം എടുക്കുകയും എന്നിട്ട് വ്രതകഥ കേൾക്കുകയും കൂടെ ചെയ്യുന്നത് ഇരട്ടി പുണ്യമാണ്, മോക്ഷമാണ്, വൈകുണ്ഠം പ്രാപിക്കും. പക്ഷേ ഇനി അഥവാ ഏതെങ്കിലും കാരണവശാൽ വ്രതം പൂർണ്ണമായിട്ട് എടുക്കാൻ സാധിച്ചില്ലെങ്കിൽ സാരമില്ല. നമ്മളെല്ലാവരും പൂർണ്ണരായിട്ട് എല്ലാം പെർഫെക്റ്റ് ആയിട്ട് കിട്ടാനല്ല ഭഗവാൻ നോക്കുന്നത്. ഇലയിൽ സദ്യ വിളമ്പുമ്പം അതിൽ എല്ലാം നിറഞ്ഞിരിക്കുന്നതിൽ വിളമ്പില്ല അല്ലേ? കുറച്ച് കറികളൊക്കെ കുറച്ചുള്ളവർക്കാണ് കൂടുതൽ വിളമ്പുന്നത്. ഇത് ഞാൻ പറഞ്ഞതല്ല, ശരത് സാറിൻ്റെ ക്ലാസ്സിലൊക്കെ ഇങ്ങനെ പറഞ്ഞതാണ്. ശരത് സാറ് നമ്മുടെ സ്പിരിച്വൽ ഗുരുവാണ്, കുറച്ചവർക്കൊക്കെ അറിയായിരിക്കും. ഇന്ന് നമുക്ക് പാരണ വീട്ടുന്നതിന് മുന്നേ, പാരണ സമയം കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്, അപ്പോൾ അതെല്ലാവരും അടുത്ത് നോക്കുക. പാരണ വീടുന്ന സമയത്ത് വ്രതകഥ കേട്ടുകൊണ്ട് നമ്മൾ പാരണ വീടുന്നത് ഭയങ്കര പുണ്യമാണ്. അപ്പോൾ നമ്മൾ വ്രതം എടുക്കുന്ന സമയത്ത് കേട്ടാലും കേട്ടില്ലെങ്കിലും പാരണ വീട്ടുന്ന സമയത്ത്, പാരണ വീട്ടുന്നതിന് തൊട്ട് മുന്നേ വ്രതകഥ കേട്ടുകൊണ്ട് പാരണ വീടുന്നത് ഇരട്ടി ഫലമാണ്. പുരാണങ്ങളനുസരിച്ച് ഭഗവാൻ ശ്രീകൃഷ്ണൻ യുധിഷ്ഠിര മഹാരാജാവിനാണ് ഈ കഥ വിവരിച്ചു കൊടുക്കുന്നത്. പണ്ട് നർമ്മദാ നദിക്കരയിൽ മാന്ധാതാവ് എന്നു പേരുള്ള അതീവ ഭക്തനും ദാനശീലനുമായ ഒരു രാജാവ് ജീവിച്ചിരുന്നു. ഒരിക്കൽ അദ്ദേഹം കാട്ടിൽ തപസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നൊരു കാട്ടുപന്നിയുടെ അടുത്തിൽ കരടി എന്നും പറയപ്പെടുന്നുണ്ട്. കാട്ടുപന്നിയാണോ കരടിയാണോ എന്ന് നമുക്ക് ചെറിയ കൺഫ്യൂഷൻ ഉണ്ട്. എന്നാലും ആ മൃഗം അവിടെ വരികയും രാജാവിൻ്റെ കാലിൽ കടിച്ചു വലിക്കുകയും ചെയ്തു. രാജാവ് തൻ്റെ തപസ്സിൽ നിന്ന് പിന്മാറാതെ വേദന സഹിച്ചുകൊണ്ട് ഭഗവാൻ വിഷ്ണുവിനെ ശരണം പ്രാപിച്ചു. ഭക്തന്റെ വിളി കേട്ട ഭഗവാൻ മഹാവിഷ്ണു ഉടൻ പ്രത്യക്ഷപ്പെടുകയും തൻ്റെ സുദർശന ചക്രം ഉപയോഗിച്ച് ആ മൃഗത്തെ വധിക്കുകയും ചെയ്തു. എങ്കിലും ആ ആക്രമണത്തിൽ രാജാവിൻ്റെ കാൽ വല്ലാതെ തകർന്നിരുന്നു. വിഷമിച്ച രാജാവിനോട് ഭഗവാൻ വിഷ്ണു ഇപ്രകാരം അരുളി ചെയ്തു: രാജാവേ, ദുഃഖിക്കേണ്ട, ഇത് നിന്റെ പൂർവ്വജന്മത്തിലെ പാപഫലമാണ്. നിന്റെ കാല് പൂർവ്വസ്ഥിതിയിലാകാൻ നീ മധുരയിൽ പോയി വരുതിനി ഏകാദശി വ്രതം അനുഷ്ഠിക്കുകയും എൻ്റെ വരാഹ അവതാരത്തെ ആരാധിക്കുകയും ചെയ്യുക. അപ്പം കാട്ടുപന്നി തന്നെയായിരിക്കും ആക്രമിച്ചത്, അതുകൊണ്ടായിരിക്കുമല്ലോ വരാഹ അവതാരത്തെ ആരാധിക്കാൻ പറഞ്ഞത്. അപ്പോൾ ഭഗവാന്റെ നിർദ്ദേശപ്രകാരം മാന്ധാതാവ് രാജാവ് ഭക്തിപൂർവം വരുതിനി ഏകാദശി വ്രതം അനുഷ്ഠിച്ചു. വ്രതത്തിൻ്റെ പുണ്യഫലമായി അദ്ദേഹത്തിൻ്റെ കാൽ പൂർണ്ണമായും സുഖപ്പെടുകയും അദ്ദേഹം തൻ്റെ പഴയ ആരോഗ്യം തിരിച്ചു പിടിക്കുകയും ചെയ്തു. മരണാനന്തരം അദ്ദേഹം വൈകുണ്ഠത്തിൽ മോക്ഷം പ്രാപിക്കുകയും ചെയ്തു. നമുക്ക് വരുതിനി ഏകാദശിയുടെ പ്രാധാന്യം, ഈ വ്രതം എടുക്കുന്നതിൻ്റെ പ്രാധാന്യം എന്തൊക്കെയാണ് പറയുന്നത് പറയാം. ഈ വരുതിനിയുടെ വാക്കിന് അർത്ഥം തന്നെ സംരക്ഷിക്കുന്നത് എന്നാണ് അല്ലേ? നമുക്കൊരു കവചം പോലെയാണ്, പ്രൊട്ടക്ഷൻ. അതായത് ഈ വ്രതം എടുക്കുന്നവരെ എല്ലാവിധ തിന്മകളിൽ നിന്നും ഭഗവാൻ സംരക്ഷിക്കുന്നു. എല്ലാ തിന്മയിൽ നിന്നും, അതല്ലേ നമുക്ക് വേണ്ടത്, ആ ഒരു പ്രൊട്ടക്ഷൻ ഭഗവാന്റെ അല്ലേ? പിന്നെ 10,000 വർഷത്തെ തപസ്സിന് തുല്യമായ ഫലം ഈ ഒറ്റ ദിവസത്തെ വ്രതത്തിലൂടെ ലഭിക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഞാൻ ഇന്നലെ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചിത്രഗുപ്തന് പോലും ഇതിൻ്റെ പുണ്യം എഴുതി ചേർക്കാൻ പറ്റില്ല, അളക്കാൻ പറ്റില്ല, അത്രയാണെന്ന്. ഇപ്പോൾ 10,000 വ്രതം എടുത്തതിന് തുല്യമെന്നാണ് പറയപ്പെടുന്നതെന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ ഇതിൽ ചില പുരാണങ്ങളിൽ എഴുതിയിരിക്കുന്ന 10,000 വർഷത്തെ തപസ്സിന് തുല്യമായ ഫലം ഈ ഒറ്റ ദിവസത്തെ വ്രതത്തിലൂടെ ലഭിക്കുമെന്ന്. അത് നമുക്കറിയില്ല എന്താണ് ആ സർട്ടൻ പ്ലാനറ്ററി പൊസിഷൻസും ഏകാദശി അല്ലേ, നമ്മളുടെ ചന്ദ്രൻ്റെ ബലക്ഷയങ്ങൾ വെച്ചിട്ടല്ലേ ഏകാദശി തിഥി. അപ്പം ആ ദിവസങ്ങളിൽ ചന്ദ്രൻ നമ്മുടെ മനസ്സാണല്ലോ, നമ്മളുടെ ചന്ദ്രൻ്റെ ഏറ്റക്കുറച്ചിലുകൾ അനുസരിച്ചിട്ട് ഈവൻ നമ്മളുടെ ബോഡി എല്ലാം 95% 3/4 ജലമാണ്, വെള്ളം അല്ലേ? അപ്പം ചന്ദ്രൻ്റെ വേലിയേറ്റവും വേലിയിറക്കവും ഒക്കെ സ്വാധീനിക്കുന്നത് നമുക്കറിയാം. അപ്പോൾ നമ്മളതിൻ്റെ ലോജിക്കൽ സയൻസ് ചിന്തിച്ച് പോയി കഴിഞ്ഞാൽ ഈ ഒരൊറ്റ ദിവസത്തെ വ്രതം കൊണ്ട് എങ്ങനെയാണ് ഇത്രയും തപസ് ചെയ്ത വ്രതം? അറിയില്ല, നമ്മുടെ ആചാര്യന്മാർ പറഞ്ഞിരിക്കുന്നത്. കാരണം അവരിതെല്ലാം കണ്ടുപിടിച്ച് വെക്കുക എന്ന് പറഞ്ഞാൽ അവർ കാൽക്കുലേറ്റ് ചെയ്ത പല കാര്യങ്ങളും പിന്നീട് വെസ്റ്റേൺ ആൾക്കാർ വലിയ കാര്യമായിട്ട് അവരുടെ കണ്ടുപിടുത്തം പോലെ കൊണ്ടുവന്നു. പക്ഷെ നമ്മളുടെ വേദങ്ങളിൽ നമ്മൾ ചെന്ന് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ പിൽക്കാലത്ത് കണ്ടുപിടിച്ചതൊക്കെ നമ്മുടെ പൂർവികർ പണ്ടേ അത്, കാരണം അത്രയ്ക്ക് പവർ ഓഫ് കോൺസെൻട്രേഷൻ ആണ്. അവരവരുടെ ഇന്നർ വേൾഡിലോട്ടും അല്ലെ ആന്തരികമായിട്ടുള്ള ശക്തി ഉണർത്തി, ബാഹ്യമായിട്ടുള്ള നമ്മൾ ഇത് കണക്ക് നമ്മൾ
നമ്മളുടെ ചിന്ത എന്താണ്? നമ്മൾ കാണുന്നതും അറിയുന്നതും നമ്മൾ ഈ പഞ്ചേന്ദ്രിയങ്ങൾ ഉപയോഗിച്ച് നമ്മൾ കാണുന്നത്, കേൾക്കുന്നത്, രുചിക്കുന്നത്, മണക്കുന്നത്, സ്പർശിക്കുന്നത്, ഇതിലൂടെയാണ് നമ്മളുടെ ചിന്തകൾ രൂപപ്പെടുന്നത്. ഈ ചിന്തകൾ രജിസ്റ്റർ ചെയ്തതിൽ ഈ ചിന്തകളിലൂടെയാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ അപഗ്രഥിക്കുന്നത്. പക്ഷേ ഇതിനും ബിയോണ്ടായിട്ട്, പഞ്ചേന്ദ്രിയങ്ങൾക്കും ബിയോണ്ടായിട്ടുള്ള ജ്ഞാനം, അതീന്ദ്രിയ ജ്ഞാനം എന്ന് പറയും. നമ്മളല്ലേ പരമശിവനൊക്കെ തൃക്കണ്ണുള്ളത്. അപ്പോൾ അതായത് മനുഷ്യ ശരീരത്തിൽ പീനൽ ഗ്ലാൻഡ്, തലച്ചോറിനകത്ത്, അതാണ് തൃക്കണ്ണെന്ന് ഒക്കെ ഉള്ള കുറേ ഇതുണ്ട്. അപ്പം നമുക്ക് നമ്മളുടെ ആ ഒരു ലോജിക്കൽ പ്രോസസ്സ് കൊണ്ട് ചിന്തിച്ചെടുക്കാൻ പറ്റത്തില്ല. ബിക്കോസ് നമ്മുടെ ചിന്തകൾ ലിമിറ്റഡ് ആണ്. നമ്മുടെ ചിന്തകൾ ഈ പഞ്ചേന്ദ്രിയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുക. ഇതിനപ്പുറം നമ്മളുടെ ബ്രെയിനിന് അനുഭവിച്ചിട്ടില്ലാത്ത കാര്യങ്ങൾ നമുക്ക് ചിന്തിച്ചെത്തിപ്പെടാൻ പറ്റത്തില്ല. അപ്പം നമുക്ക് എന്താ പറയുക, അതീന്ദ്രിയ ജ്ഞാനം കൊണ്ട് ഇതൊക്കെ ഇപ്പം തന്നെ അഗസ്ത്യമുനി എത്രയോ വർഷങ്ങൾക്ക് മുന്നേ, അല്ലെ, എത്രയോ വർഷങ്ങൾക്ക് മുന്നേ 100, 300, 400 വർഷങ്ങൾക്ക് ശേഷം ജനിക്കാനിരിക്കുന്നവരുടെ ജാതകം വരെ നാഡിയിൽ എഴുതി വെച്ചു, അല്ലെ, താളി ഓലയിൽ, നാഡി ജ്യോതിഷത്തിൻ്റെ ഒരു ഇതായിട്ട് പറയുന്നത്. അപ്പോൾ നമ്മൾ അല്ലെ കഴിഞ്ഞ ജന്മത്തിൽ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഞാൻ പോയിട്ടില്ല, പക്ഷേ രേണുക മാമിന് സ്വസ്തിക എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. സ്വസ്തികയുടെ ചാനലും കൃഷ്ണഭക്തർ എന്തായാലും കാണുന്നുണ്ടായിരിക്കും. അപ്പോൾ രേണുക മാമിൻ്റെ ഏറ്റവും അടുത്തൊരു സുഹൃത്താണ്. അപ്പം സ്വസ്തിക അതുപോലെ താളയോല എടുത്ത് ഇപ്പോൾ കറക്റ്റായിട്ട് കഴിഞ്ഞ ജന്മത്തിൽ എന്തായിരുന്നു, ഈ ജന്മത്തിൽ നമ്മളുടെ മാതാപിതാക്കൾ, നമ്മൾ കല്യാണം കഴിക്കാൻ പോകുന്ന ആളുടെ പേര്, അങ്ങനെ എല്ലാം പറയുന്നത്. എനിക്കിതുവരെ പോകാൻ പറ്റിയിട്ടില്ല, പക്ഷേ പലതും പറഞ്ഞ് കേട്ടിട്ടുണ്ട്. എൻ്റെ അപ്പൂപ്പനും അമ്മൂമ്മയും ഓല എടുത്തിട്ട് അവരുടെ പുനർജന്മത്തെക്കുറിച്ച് അറിഞ്ഞതൊക്കെ അമ്മൂമ്മ പണ്ട് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് അവർക്ക് അത് കറക്റ്റായിട്ട് പറയാൻ പറ്റുന്നത്? നമ്മളെക്കുറിച്ച് ഒന്നും അറിയാത്ത ആൾ നമ്മൾ ഇതായിരിക്കും, ഈ ഒരു പേരിലായിരിക്കും നമ്മുടെ സ്പൗസ്, ഈ ഒരു പേരിലായിരിക്കും നമ്മളുടെ മാതാപിതാക്കളുടെ പേര്, പിന്നെ നമ്മൾ കഴിഞ്ഞ ജന്മത്തിൽ അതായിരുന്നു, അതുകൊണ്ട് ഈ ജന്മത്തിൽ നമ്മൾ പോലും മറന്ന കാര്യങ്ങൾ അവർ കറക്റ്റായിട്ട് പറയും. അപ്പം നമ്മൾ ഓർത്തെടുക്കും. ഇതൊക്കെ അഗസ്ത്യമുനി എങ്ങനെയാണ് വർഷങ്ങൾക്ക് മുന്നേ, കാരണം സെയിം സോളാണ്. ഇപ്പം നമ്മൾ അവിടെ എത്തിപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ഓല അവിടെ കാണുമെന്നാണ് പറയപ്പെടുന്നത്. ഇപ്പം കുറേ സ്കാമൊക്കെ ഉണ്ട്, കുറേ ആൾക്കാർ ഇങ്ങനെ ഇത് വന്നിട്ട്, അപ്പം അതിൻ്റെ ആ ഒറിജിനാലിറ്റി നമുക്ക് ഇച്ചിരി ഒന്ന് എന്താ പറയുക. പക്ഷേ എന്നാലും ഒന്ന് ആലോചിച്ച് നോക്കിയേ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മളുടെ ചിന്തകൾക്ക് എത്തിപ്പെടാൻ പറ്റാത്ത, നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾക്ക് ചിന്തിച്ചെത്തിപ്പെടാൻ പറ്റാത്തതുണ്ട്. അതീന്ദ്രിയ ജ്ഞാനം ഉണർത്തിയവർ, അല്ലേ, അതീന്ദ്രിയ ജ്ഞാനം കൊണ്ട് മനസ്സിലാക്കിയ കാര്യങ്ങൾ എഴുതി വെച്ചേക്കുന്നത് നമുക്ക് വിശ്വസിക്കുകയേ തൽക്കാലം നിവർത്തിയുള്ളൂ. അപ്പം ഞാൻ ഇത്രയും വലിച്ചു നീട്ടിയതല്ല. ചിലപ്പം ഇതിൻ്റെ ഫലങ്ങൾ അവിശ്വസനീയമായിട്ട് കുറച്ചൊക്കെ തോന്നിക്കഴിഞ്ഞ് ആ ഒരു ഡൗട്ട് പോലും വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കാര്യം ഇത്ര എക്സ്പ്ലെയിൻ ചെയ്തത്. അപ്പം 3 കാര്യങ്ങളായിട്ട് പ്രധാനമായിട്ട്. ഒന്ന്, നമുക്ക് സംരക്ഷണം, തിന്മകളിൽ നിന്നും ഭഗവാൻ സംരക്ഷിക്കുന്നു, വരുതിനി, ആ ഒരു കവചം. 2, 10,000 വർഷത്തെ തപസ്സിന് തുല്യമായ ഫലം ഈ ഒറ്റ ദിവസത്തെ വ്രതത്തിലൂടെ ലഭിക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. 3, ശാരീരികമായ അസുഖങ്ങൾ മാറുന്നതിനും, അല്ലേ, ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു, നമ്മൾ അനുഭവിക്കുന്ന പല ഇതും നമ്മളുടെ പ്രാരാബ്ധ കർമ്മ, മുൻജന്മ പാപങ്ങളിൽ നിന്നും, ഈ ജന്മത്തിൽ ചെയ്ത അറിയാതെ ചെയ്യുന്ന പാപങ്ങൾ അതും പൈലപ്പ് ചെയ്യും, അങ്ങനെ. പക്ഷേ ഇതിന് മോചനം നേടാൻ നമുക്ക് ഭഗവാന്റെ അനുഗ്രഹം വേണം. പോസിറ്റീവ് കർമ്മം ചെയ്ത് കൗണ്ടറാക്ട് ചെയ്യാനേ പറ്റത്തുള്ളൂ. ന്യൂട്ടൻ്റെ ലോസൊക്കെ, 3ാമത്തെ ലോ എന്താ? എവറി ആക്ഷൻ ആസ് എൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ, അല്ലേ? ഇത് കേൾക്കുന്നവരൊന്നും വിചാരിക്കേണ്ട. അല്ല അത് കണക്ക് തന്നെയാണ്. നമുക്കൊരു നെഗറ്റീവ് ആക്ഷനെ അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് കാർമിക് ഡെപ്റ്റിന് കൗണ്ടറാക്ട് ചെയ്യാൻ അത്രയും പോസിറ്റീവായിട്ടുള്ള ഒരു കർമ്മ കൊണ്ടേ കഴിയുള്ളൂ. അതാണ് നമ്മൾ ചെയ്യുന്ന ദാനധർമ്മങ്ങൾ, നന്മകൾ, പ്രാർത്ഥനകൾ, ഈശ്വരധ്യാനം, യജ്ഞം, യാഗം, തപസ്, അല്ലേ? അപ്പോൾ പോസിറ്റീവ് കർമ്മ ഒരുപാടാണ്. പോസിറ്റീവ് കർമ്മ കൊണ്ട് മാത്രമേ നെഗറ്റീവ് കർമ്മനെ കൗണ്ടറാക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ എന്താ, അത്രയും നമ്മൾ സഫർ ചെയ്ത് നമ്മൾ മറ്റൊരാൾക്ക് കോസ് ചെയ്ത ആ നെഗറ്റിവിറ്റിയിലൂടെ നമ്മളും കടന്നു പോയി അതനുഭവിച്ച് അത് ഇതായി പോകത്തുള്ളൂ. അപ്പം അതാണ്, ഇതെല്ലാം ഒരു എനർജി സ്രോതസ്സാണ്, അല്ലേ, ശക്തി സ്രോതസ്സാണ്. ആ എനർജിയുടെ പവർ ഹൗസിനെയാണ് നമ്മൾ ദൈവം എന്ന് വിളിക്കുന്നത്. ആ ദൈവത്തിനെ നമ്മൾ എന്ത് രൂപത്തിലോ ഭാവത്തിലോ കാണുന്നു നമ്മളുടെ മുന്നിൽ, നമ്മൾ ഗുരുവായൂരപ്പനായിട്ട് കണ്ട ഗുരുവായൂരപ്പനായിട്ട് നമുക്കത് ദൈവം പല പേരിലും പല നാമങ്ങളിലും വിളിക്കുന്നുണ്ടെങ്കിലും ഈശ്വരൻ ഒന്ന്. നമ്മൾ നമശിവായ ശിവഭഗവാനെ ആരാധിച്ച ആ ഒരു ശക്തിയാണ് നമ്മളുടെ മുന്നിൽ
നമുക്ക് ആ ഒരു ശക്തി സ്രോതസ്സിൽ നിന്നാണ് നമ്മൾ ആ പവർ വരുന്നത്. നമ്മൾ ഗുരുവായൂരപ്പ, കൃഷ്ണ എന്ന് വിളിച്ച ആ ഒരു എല്ലാ ഇതിനും ഒരു എനർജി എംബോഡിമെൻ്റ് ഉണ്ട്. ഞാൻ എപ്പോഴും പറയുന്നത് എനിക്ക് വാട്ടർ എക്സിസ്റ്റ് ആസ് ഐസ്, വാട്ടർ വേപ്പർ, വാട്ടർ അല്ലേ, ഇത് മൂന്നും ജലമാണ്. ജലം നീരാവിയായിട്ടും ഐസായിട്ടും ഒക്കെ എക്സിസ്റ്റ് ചെയ്യുന്ന കണക്ക് ഈശ്വരൻ പല രൂപത്തിലും ഭാവത്തിലും. അതുകൊണ്ടാണ് എല്ലാ റിലീജനിലും ഈശ്വരനെ അള്ളാന്ന് വിളിച്ചാലും യേശു എന്ന് വിളിച്ചാലും കൃഷ്ണ എന്ന് വിളിച്ചാലും ശിവഭഗവാനെ, ഗണപതി എന്നൊക്കെ എല്ലാം പരബ്രഹ്മത്തിൽ. അപ്പം എങ്ങനെയാണ് നമ്മളുടെ മനസ്സിൽ നമ്മൾ ഏത് ഭാവത്തിലും രൂപത്തിലാണോ ഇമാജിൻ ചെയ്യുന്ന ആ രൂപത്തിലോട്ട് ആ എനർജി അല്ലേ, എനർജി മാസ് കൺവേർഷൻ E=mc² ഐൻസ്റ്റീൻ പറഞ്ഞത് പലർക്കും മനസ്സിലായിട്ടില്ല. അപ്പോൾ ലൈറ്റിൻ്റെ അത്രയും സ്പീഡിൽ മാസും ഇതായിട്ടുള്ള എനർജി. അപ്പോൾ ആ ഒരു അതാ ഞാൻ പറഞ്ഞത്, നമ്മളുടെ 5 സെൻസ് ഓർഗൻസിന് ബിയോണ്ടായിട്ടാണിത്. അപ്പം എങ്ങനെ അത് ആ ഒരു എനർജി സ്രോതസ്സാണ് ദൈവം. നമ്മളപ്പം എങ്ങനെ ഇമാജിൻ ചെയ്യുന്നു ദൈവത്തിനെ, അങ്ങനെ നമ്മളുടെ മുന്നിൽ മാനിഫെസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അതാണ് ഈശ്വരൻ, അതാണ് ആ ശക്തി. ഓക്കെ, അത് നമ്മളുടെ ബ്രെയിനിൻ്റെ ലിമിറ്റഡ് പവർ കൊണ്ട് നമുക്കത് അപഗ്രഥിക്കാൻ പറ്റില്ല. അപ്പം നമുക്കത് നമ്മൾ വിശ്വാസം കൊണ്ട് അതിൽ വിശ്വസിക്കാം. അപ്പം ഇതൊക്കെ യുഗയുഗാന്തരങ്ങളായിട്ട് എടുത്തു വന്നവർക്ക് വന്നിട്ടുള്ള ഫലങ്ങളാണ് പുരാണങ്ങളിൽ എഴുതപ്പെട്ടിരിക്കുന്നത് അല്ലേ. വേദവ്യാസൻ രചിച്ചെന്ന് പറയുന്നുണ്ടെങ്കിലും അതെ, പക്ഷേ ഒരുപാട് ആ ഒരു എന്താ പറയുക, പല നൂറ്റാണ്ടുകളിലായിട്ടുള്ള പല അനുഭവ സമ്പത്തുകൾ ഇങ്ങനെ താളിയോലകളിലും അവിടെ എഴുതി രേഖപ്പെടുത്തി വെച്ച് അവസാനം അതെല്ലാം സ്വരുക്കൂട്ടിയിട്ടാണ് നമ്മളുടെ റിച്ച് ഇന്ത്യൻ കൾച്ചറായിട്ടുള്ള ആ വേദിക് ലിറ്ററേച്ചർ വന്നിട്ടുള്ളത് അല്ലേ. എന്തെല്ലാമാണ്. ഞാനൊരു ഡോക്ടറാണ്, മോഡേൺ മെഡിസിൻ്റെ ഡോക്ടറാണ്. പക്ഷേ എന്നാലും ഞാൻ ഓരോ ചെടിയിലുള്ള ഔഷധ ഗുണങ്ങൾ, കാരണം നമ്മളിപ്പം ഒരു മരുന്ന് പഠിക്കുമ്പോൾ നമ്മളുടെ കഫ് സിറപ്പിലുള്ള ആടലോടകത്തിൻ്റെ ബ്രോമെക്സിൻ എന്ന് പറഞ്ഞിട്ടൊരു മരുന്നുണ്ട്. നമ്മുടെ കഫ് സിറപ്പിൽ ആരെങ്കിലും കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പം നമ്മളുടെ ആടലോടകം അതിൽ നിന്ന് ഒക്കെ എടുക്കുന്ന ഇതുണ്ട്. ആടലോടകത്തിൻ്റെ കഫലിയിക്കുന്ന ഇതുണ്ടല്ലോ. ഞാൻ കൊച്ചിലെ തൊട്ടേ ഇങ്ങനെ എവറി സിസ്റ്റം ഓഫ് ഹീലിംഗ് വായിക്കണമുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ മനസ്സിലാവുന്ന എന്താ, ഇതിലുള്ള ഔഷധ ഗുണങ്ങളൊക്കെ പണ്ടേ വേദങ്ങളിൽ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അതാണ് ആയുർവേദം അല്ലേ, ആസ്ട്രോളജി ഇതെന്നൊക്കെ പറഞ്ഞാൽ ഋഗ്വേദത്തിൽ അങ്ങനെ പല നമ്മുടെ ഇന്ത്യൻ കൾച്ചറിൽ ഇങ്ങനെ കാര്യങ്ങൾ ആ ഗുരുക്കന്മാർ അവരുടെ ഭയങ്കര ആ ഒരു തപശക്തി കൊണ്ടും അതീന്ദ്രിയ ജ്ഞാനം കൊണ്ടും ആ കോൺസെൻട്രേഷൻ പവർ കൊണ്ടും ഒക്കെ അവർ മനസ്സിലാക്കിയ അറിവിൻ്റെ മുത്തുകൾ നമുക്ക് പറഞ്ഞു തന്നേക്കാണ്. അപ്പോൾ അതിലാണ് പറഞ്ഞേക്കുന്നത്. അത്രയും ശക്തമായൊരു പീരീഡാണ് നമ്മൾ ഈ സമയത്ത് ഏകാദശി ദിവസം ശ്രീകൃഷ്ണ ഭഗവാന്റെ ആ ഒരു എനർജി ആയിട്ട് കണക്ട് ചെയ്യുമ്പം അത് വളരെയധികം നമ്മളുടെ പാപത്തിൻ്റെ തോത് കുറയുന്നു, പുണ്യത്തിൻ്റെ തോത് കൂടുന്നു, 10,000 വർഷത്തെ തപസ്സിന് തുല്യമായ ഫലം ലഭിക്കുന്നു അല്ലേ. നമുക്കൊരു കവചം പോലെ വരുന്നു, മുജ്ജന്മ പാപങ്ങളിൽ നിന്ന് മോചനം. അങ്ങനെ പാപങ്ങളിൽ നിന്ന് മോചനം വരുമ്പോൾ ശാരീരിക അസുഖങ്ങൾ മാറും. അങ്ങനെ എല്ലാവർക്കും ഈ വരുതിനി ഏകാദശി വ്രതം എടുത്തവരും എടുക്കാത്തവരും ഒക്കെ ഈ കഥ കേട്ട് ഒരു തവണയെങ്കിലും ഭഗവാനെ, കൃഷ്ണ, ഗുരുവായൂരപ്പ, നാരായണ അല്ലേ, മഹാവിഷ്ണുവിൻ്റെ ഏത് രൂപത്തിലും, വരാഹ രൂപത്തിലാണ് പ്രാർത്ഥിക്കുന്നത് ഏറ്റവും നല്ലതെന്ന് പറഞ്ഞു. അപ്പം എന്നാലും എല്ലാം ഒന്നല്ലേ, ഏത് എനർജി. അപ്പം ഈ പ്രത്യേകിച്ച് ഈ വരാഹ രൂപത്തിലുള്ള എനർജി ഫോമിൽ നമ്മൾ ആരാധിച്ച അതിന് കൂടുതൽ ബലമാണ് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നാളെ വിഷുവാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഏറ്റവും പുണ്യപൂർണ്ണമായ രീതിയിൽ പാരണ വീടുന്ന സമയത്ത്, അല്ലെങ്കിൽ പാരണ വീടുന്നതിന് തൊട്ട് മുന്നേ, ഞാൻ ലാസ്റ്റ് മിനിറ്റിലാണ് ഇത് അപ്ലോഡ് ചെയ്യുന്നതെന്ന് എനിക്കറിയാം, കുഴപ്പമില്ല, പാരണ സമയമുണ്ടല്ലോ 6:30 തൊട്ട് അല്ലേ. അപ്പോൾ പാരണ വീടുന്ന സമയത്ത് വ്രതകഥ കേട്ടുകൊണ്ട് പാരണ വീടും. ഇത് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, പാരണ വീട്ടുന്നതിന് മുന്നേ കേൾക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് പുണ്യം ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞാനിത് പറയുന്നുണ്ട് പറയല്ല, എനിക്കെന്തോ മനസ്സിലിങ്ങനെ പെട്ടെന്ന് തോന്നി. കാരണം ഞാൻ ലാസ്റ്റ് മിനിറ്റിലായത് ഉണ്ടാക്കിയ. ഇന്നലെ ഇട്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടെ കൂടുതൽ പേര്, എനിക്കിങ്ങനെ കൂടുതൽ പേര് കുറച്ച് പേര് നല്ലതല്ല, പക്ഷേ ഇത് എത്തിപ്പെടുന്നുണ്ടെങ്കിൽ അത് ഈശ്വരൻ്റെ നിയോഗമാണ്. അപ്പോൾ നിങ്ങൾ പാരണ വീട്ടുന്ന സമയത്ത് അല്ലെങ്കിൽ പാരണ വീട്ടുന്നതിന് തൊട്ട് മുന്നേ ഇത് കേൾക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, ഇത് കേൾക്കാൻ നിങ്ങൾ ആ ഒരു നിയോഗം ഉണ്ട് നിങ്ങൾക്ക്. ഇത് അതുകൊണ്ട് എന്താ പറയുക,
എല്ലാം ഈശ്വര നിയോഗം പോലെ നടക്കട്ടെ. ഇനിയിപ്പോൾ അത് കഴിഞ്ഞിട്ടാണെങ്കിലും കുഴപ്പമില്ല, അടുത്ത വർഷത്തെ വരോധിനി ഏകാദശിയിൽ എടുക്കുക. ചുമ്മാ അങ്ങനെയല്ല, നിരാശപ്പെടേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞതാ. അപ്പോൾ എന്തായാലും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. വിഷുവിൻ്റെ ഒരുക്കങ്ങളൊക്കെ നടക്കട്ടെ. നമുക്ക് നാളെ ഭഗവാനെ നിറഞ്ഞ മനസ്സോടെ കണികണ്ട് പുതിയൊരു വർഷത്തിലോട്ട് കാൽച്ചുവട് വെക്കാം അല്ലേ? എല്ലാവർക്കും ഇതിനൊപ്പം ഞാൻ അഡ്വാൻസ് ആയിട്ട് വിഷുദിന എല്ലാവർക്കും അഡ്വാൻസ് ആയിട്ട് എല്ലാവിധ ഐശ്വര്യവും സമൃദ്ധിയും സന്തോഷവും സ്നേഹവും മനസ്സമാധാനവും ഒക്കെ നിറഞ്ഞ ഒരു നല്ലൊരു വർഷം ആശംസിക്കുന്നു. അപ്പം വിഷു നാളെയാണെങ്കിലും ഇന്ന് 1-ാം തീയതിയാണ്, മലയാള മാസം 1-ാം തീയതിയാണ് അല്ലേ? അപ്പോൾ ഇന്ന് സൂര്യൻ ഉദിക്കുന്ന സമയത്ത്, രേണുകാ മാം തന്നെയാണ് പറഞ്ഞത്, ഇന്ന് സൂര്യൻ ഉദിക്കുന്ന സമയത്ത് സൂര്യൻ മീനമാസത്തിലായിരിക്കും. അതുകൊണ്ടാണ് വിഷു നമ്മൾ നാളെ ആഘോഷിക്കുന്നത്. പക്ഷെ എന്ന് വെച്ചാൽ ഇന്ന് രാവിലെ 9:30 അങ്ങനെ ഏകാദശിയുടെ പാരണ വീട്ടിൽ കഴിയുന്ന സമയത്താണ് മേടസംക്രമണം നടക്കുന്നത്. അപ്പം നാളെ സൂര്യോദയ സമയത്താണ് നമ്മൾ വിഷുവായിട്ട് ആഘോഷിക്കുന്നത്. ഇന്ന് മലയാള മാസം 1-ാം തീയതി. അപ്പം എന്നാലും എല്ലാവർക്കും ഇന്ന് മലയാള മാസം 1-ാം തീയതിയല്ലേ, മേടം 1 അപ്പം എല്ലാവർക്കും ഐശ്വര്യപൂർണമായ നല്ലൊരു വർഷം ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഹരേ കൃഷ്ണ നാരായണ.